ഒന്നെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ നമുക്കന്ന്. ഒന്നുകിൽ സെക്സ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ബെഗ്ഗിങ് ചെയ്യുക. ഞാൻ മന്ത്ലി ഒരു 2 തവണയെങ്കിലും പോകാറുണ്ട്. BJP ഒരു ശക്തിയായിട്ട് വളർന്നു വരും എന്നുള്ളത്. പിണറായി 3.0 ഒക്കെ ലോഡിംഗ് ഒന്നും അല്ല. ജെൻസി വോട്ടുകളൊക്കെ BJPക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹം പാലക്കാട് ശോഭ ചേച്ചി ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ കിൽമാരാർ ഒരു ഇൻഫ്ലുവൻസറാണ്. അയാൾക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ ചെലുത്താവുന്ന സ്വാധീനം ചെറുതല്ല. ജെൻസി വോട്ടുകളും അയാൾ കൈക്കലാക്കിയിട്ടുണ്ടെന്ന് ഒരു പരിധിവരെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വെൽക്കം ടു എക്സ്പോ ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ള അവന്തികയാണ്. ഫോമർ ജസ്റ്റിസ് ബോർഡ് മെമ്പറും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായിട്ടുള്ള അവന്തിക. ഹായ് അവന്തിക. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ അവന്തിക, ആക്ച്വലി അവന്തികയുടെ ഒരു ട്രാൻസിഷൻ കേൾക്കണമെന്നുണ്ട്. ഫ്രം മാൻ ടു വുമൺ. യെസ്, ലൈക്ക് ഞാൻ എൻ്റെ ഒരു 13-14 വയസ്സിലാണ് ഇങ്ങനെ ഒരു സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയത്. പിന്നീട് ഒരു 18 വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ള ഒരു കൺഫർമേഷൻ എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ടുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടുകയും അവരിലൂടെ ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞ് എന്നെ കണ്ടെത്താനും അതിൽ സർജറി എന്നുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ പോകാനുമായിട്ടുള്ള കാരണങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരാണ് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 18-19 വയസ്സിലൊക്കെ സർജറി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ താങ്കളുടെ ഉള്ളൊരു സ്ത്രീ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് തോന്നിയത്? അത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെയുള്ള ഹോർമോണിലുള്ള വേരിയേഷൻസ് മൂലമാണല്ലോ നമ്മൾ അങ്ങനെ പുരുഷനും സ്ത്രീയായി മാറുന്നതും. ആ സ്ത്രീയുടെ ക്യാരക്ടർ കാണിക്കുന്നത് പുരുഷൻ്റെ ക്യാരക്ടർ കാണിക്കുന്നത് ഹോർമോൺസിലുള്ള വ്യതിയാനങ്ങളാണ്. അപ്പോൾ അതിനുള്ള എൻ്റെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹോർമോൺ കൂടുതലായതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ പോയി ചിന്തിക്കുകയും സ്ത്രീകളെ പോലുള്ള ഇമോഷൻസ് എനിക്ക് ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഒരു മീൻസ് ട്രാൻസിഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് എങ്ങനെയായിരുന്നു? ഫാമിലിയിൽ ഒരിക്കലും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊക്കെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത സമയത്ത് ഈ ട്രാൻസ്ജെൻഡർ എന്ന പോലെ ആ ഒരു പദം പോലും ഇല്ലായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല, ഫാമിലി അക്സെപ്റ്റ് ചെയ്യില്ല, ഫാമിലി സൊസൈറ്റീനെ ബോധേഡാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയിൽ ഞാൻ ബാംഗ്ലൂർ പോലുള്ള നഗരത്തിലാണ് അഭയം തേടിയത്. അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവിടെ തന്നെയായിരുന്നു കുറച്ച് നാൾ. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിസിബിലിറ്റി ഒക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് പോവാനായിട്ട് തോന്നിച്ചൊരിതുണ്ടാവില്ല, കാരണം അന്ന് അധികം കണക്ഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ പോകാൻ തോന്നിച്ച കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് വിട്ട് ഇറങ്ങി നേരെ ചെല്ലുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ ആദ്യം വന്ന ട്രെയിൻ ബാംഗ്ലൂർക്കുള്ള ട്രെയിനായിരുന്നു. ആ ട്രെയിനും കയറി എവിടെ പോകണം അവിടെ അങ്ങ് പോകാമെന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അങ്ങടേക്ക് എത്തിപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം. അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം 1-2 മലയാളികളെയും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയി. കാരണം നമ്മളെപ്പോലുള്ള ആളുകളാണല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. എങ്ങനെയാണ് അവരെ കണ്ടുമുട്ടാൻ? ആദ്യം തന്നെ ട്രെയിൻ ഇറങ്ങുന്നു, പിന്നെ ഇങ്ങോട്ട് എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ് അങ്ങോട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ട്രെയിൻ ഇറങ്ങി എല്ലാവരും ആ ബസ് സ്റ്റാൻഡ് വഴിയിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ വഴിയിലൂടെ പോകുമ്പോഴാണ് ഞാൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഞാൻ കാണുന്നത്. അങ്ങനെ അവരായിട്ട് കണ്ട് സംസാരിച്ച് അവർക്കപ്പം തന്നെ പിടികിട്ടി കമ്മ്യൂണിറ്റി നമ്മുടെ ആൾ തന്നെയാണെന്നുള്ളൊരു ഇത്. അവിടെ ആദ്യം നമ്മൾ കുറേ സഫർ ചെയ്ത് എങ്ങനെയായിരുന്നു? അപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉറപ്പായിട്ടും. തീർച്ചയായും, കാരണം ഉപജീവന മാർഗത്തിനായിട്ടും കുറച്ച് സഫറിങ് ഉണ്ടായിരുന്നു. പിന്നീട് മാത്രമല്ല ഒരു ഷെൽട്ടർ, അതൊരു സഫറിങ് ആണ്. അതൊക്കെ ഒരു പരിധിവരെ അതിജീവിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് എന്തായിരുന്നു ആക്ച്വലി നമ്മൾ ജീവിക്കാനായിട്ടൊരു ഇത് വേണമല്ലോ, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്തായിരുന്നു അന്ന്? അന്ന് ഒന്നെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ നമുക്കന്ന്. ഒന്നുകിൽ സെക്സ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ബെഗ്ഗിങ് ചെയ്യുക. ഇത് രണ്ടിലും എനിക്ക് അവിടെ കിട്ടിയ അമ്മ എന്ന സ്ഥാനത്ത് കണ്ട വ്യക്തി എന്നെ അങ്ങനെയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പോയി ബെഗ് ചെയ്ത് കൊണ്ടുവന്ന പൈസ കൊണ്ട് എന്നെ നോക്കിയിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ എന്നെ അങ്ങനെ ഒരു മോശപ്പെട്ട രീതിക്കോ അങ്ങനെയൊന്നും പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എന്തുകൊണ്ട് ഈ 2 ജോലി മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ? വേറെ എന്തോരം ഓപ്ഷൻസ് നമ്മൾക്കുണ്ട്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാലും സൊസൈറ്റി നമ്മൾ അംഗീകരിക്കുന്നില്ല, അവസരങ്ങൾ തരുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് തരുന്നില്ലല്ലോ. കാരണം എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾക്ക് പോലും ഇന്ന് ഒരു ജോലി റിസർവേഷൻ ഇല്ല.
ഇല്ലാത്തത് മൂലം പല ജോലികളും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് രണ്ടും മാത്രമേ അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഓപ്ഷനായിട്ടുണ്ടായിരുന്ന ഇത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം +2 കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാനൊരു ട്രാൻസിഷനിലേക്ക് പോകുന്നത്. പിന്നീടുള്ള വിദ്യാഭ്യാസം എല്ലാം ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയിരുന്നു. എങ്ങനെയാണ് കണ്ടെത്തിയത് ഉള്ളിൽ സ്ത്രീ ഉണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് സ്ത്രീയായി മാറണം എന്ന് നമുക്കൊരു തോന്നൽ വരുമല്ലോ, അതെങ്ങനെയായിരുന്നു? എനിക്ക് ഒരു കൗമാര കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പ്രണയം ഉണ്ടാവുമല്ലോ. അപ്പോൾ സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നതും പ്രണയം തോന്നുന്നതും ഒരു പുരുഷൻ്റെ അടുത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ അപ്പോൾ എന്തോ ഡിഫറെൻ്റ് ആണ് ഞാൻ എന്നുള്ളൊരു ബോധം എനിക്ക് അപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആരോടാണ് ആദ്യം പറയുന്നത്? നമുക്കൊരു തോന്നുമ്പോൾ ഒരു ഡൗട്ട് തോന്നുമല്ലോ, എന്താണെന്ന് ഇങ്ങനെ ഉണ്ടത്? എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറയും, നീ ഇങ്ങനെ ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നില്ല, ഒരു പെണ്ണായി മാറേണ്ടതായിരുന്നു എന്ന് അവർ തന്നെ കുറേ പേര് വുമൺസ് ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സർജറിയിലോട്ട് എത്തിപ്പെട്ടത്? ഇപ്പം അവിടെ ബാംഗ്ലൂർ ചെന്ന സമയത്ത് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നുണ്ടോ? അതോ? ഉണ്ട്, ഇപ്പോഴും അവർ തന്നെ സുഹൃത്തുക്കളായിട്ട് തന്നെ നിൽപ്പുണ്ട്. അന്നുണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പോലും ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും, അന്ന് നീ ഇങ്ങനെയായിരുന്നു, നിന്നെ ഒത്തിരി ഞാൻ കളിയാക്കിയിട്ടുണ്ട്, സോറി, ക്ഷമിക്കുക, നീ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ കളിയാക്കിയാലും നമ്മളെ അവഗണിച്ചവരും മാറ്റി നിർത്തപ്പെട്ടവരും ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്ന് നോക്കിയൊരു അമ്മയുണ്ടല്ലോ, ഇപ്പം അമ്മ എവിടെയാ? അമ്മ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. അമ്മേനെ കാണാൻ പോവാറുണ്ടോ? പോകാറുണ്ട്. ഞാൻ മന്ത്ലി ഒരു രണ്ട് തവണയെങ്കിലും പോകാറുണ്ട്. ഇപ്പോഴെങ്ങനെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തോ? വീട്ടിൽ ഇപ്പം അക്സെപ്റ്റൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അവന്തിക്ക് ഇപ്പം എന്താ പറയുക, രാഷ്ട്രീയത്തിൽ കുറച്ച് സജീവമാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പം അതിൽ മിക്കവരും നമ്മൾ കാണുന്നത് ഐദർ LDF ഓർ UDF. വൈ യു BJP? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് BJPയുടെ ആ ഒരു ആദർശവും പൊളിറ്റിക്സും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അറിയാലോ, മോദി ഫാനാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് BJP ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം ആര് ജയിക്കുമായിരിക്കും? എവിടെ? കേരളത്തിൽ? അത് പറയാൻ സാധിക്കില്ല. എന്നാലും BJP ഒരു ശക്തിയായിട്ട് വളർന്നു വരും എന്നുള്ളതാണ്. BJP സീറ്റ് പിടിക്കും. എത്ര ശതമാനം എന്നൊന്നും കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ എന്നാലും ഒന്നിലധികം സീറ്റുകൾ പിടിക്കും. ഈ പ്രാവശ്യം BJP വളരെ നല്ല ക്യാമ്പയിനാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, കൂടുതലും ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതും ജെൻസീസ് ആണ് ഈ പ്രാവശ്യം വോട്ടിൽ വന്നത് അല്ലേ? അപ്പൊ അവരെ കൂടുതൽ ഇതാക്കാൻ വേണ്ടി, സ്വാധീനിക്കാൻ വേണ്ടി ആയിരിക്കാം കൂടുതൽ വെച്ചേക്കുന്നത്. സ്വാധീനിക്കാൻ സ്വാധീനിച്ചിട്ടു എന്നുള്ളതാണ്. ജെൻസി വോട്ടുകളൊക്കെ BJPക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് നിൽക്കുന്നതിൽ കൊണ്ട് അവർ വോട്ട് പിടിക്കുമായിരിക്കും. സീറ്റ് പിടിക്കുമോ? സീറ്റും പിടിക്കും, വോട്ടും പിടിക്കും. ആരൊക്കെ പിടിക്കും? ശോഭ ചേച്ചി, നേമത്ത് രാജീവേട്ടൻ, പിന്നീട് അഖിൽ മാരാർ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു വോട്ട് പിടിക്കുമായിരിക്കും. വോട്ട് പിടിക്കും. സീറ്റ് പിടിക്കുമോ? പിന്നെ റോബിൻ, സുരേന്ദ്രൻ ചേട്ടൻ, അത് ഓൾറെഡി. പിന്നെ അത്യാവശ്യം കുറേ ആളുകളൊക്കെ തന്നെ പിടിക്കും, വോട്ട് പിടിക്കുകയും ചെയ്യും, സീറ്റ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ BJP സെക്കൻഡിലോട്ട് വരുമോ കേരളത്തിൽ? പറയാൻ സാധിക്കില്ല. മേ ബി വന്നാലോ. കാരണം ഇടതും വലതും എല്ലാം മാറി മാറി ഭരിച്ച് എല്ലാവർക്കും ജനങ്ങൾക്കും മടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭരണമാറ്റം അത് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. ഈ കഴിഞ്ഞ ഇലക്ഷന് BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചത്. അതുപോലെ തന്നെ പിടിക്കാൻ സാധ്യതയുണ്ടാവും. ജനങ്ങൾക്ക് BJP വരണമെന്നാണ് ആഗ്രഹം എന്നാണോ പറയുന്നത്? അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് BJP വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ കേന്ദ്രത്തിൽ ഭരിച്ച ശേഷം നമുക്ക് പെട്രോൾ വിലയും കുറേ എല്ലാം കൂടുകയല്ലേ ചെയ്തത് BJP വന്ന ശേഷം? അങ്ങനെ നോക്കിയാലാ? പെട്രോൾ വില കൂടിയെങ്കിലും വേറൊരു സൈഡോട് നമ്മൾ നോക്കണമല്ലോ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മോദി സർക്കാർ. ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ഓക്കെ, മോദി വാരണാസി ചെയ്തു, മോദി അവിടെ ചെയ്തു, എനിക്ക് ഓക്കെ. കേരളത്തിൽ എന്താ ചെയ്തത്? കേരളത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ കൊടുക്കുന്നത് തന്നെയാണല്ലോ ഇവിടുത്തെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യാതിരിക്കുന്ന ആളുകളും ഉണ്ടല്ലോ. ദേശീയപാത എത്ര നല്ല സുന്ദരമായ റോഡുകളൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എളുപ്പത്തിൽ നമുക്ക് പോയി വരാവുന്ന റോഡ്, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡുകളൊക്കെ ശ്രദ്ധിച്ചാൽ സാധിക്കും. പണി കഴിയാത്ത ഇടങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ
മോദിയുടെ ഒരു ഇതല്ലേ, ഇൻഫ്ലുവൻസ് അല്ലേ. അഖിൽ മാരാർ ജയിക്കുമെന്ന് എന്നോട് പറഞ്ഞു അല്ലേ? അഖിൽ മാരാർ ആക്ച്വലി എന്താ പറയാ, നമ്മുടെ തൃക്കാക്കര മണ്ഡലത്തിലാണ് നിന്ന. തൃക്കാക്കര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തകമാണ്. അവിടെ കയറി പറ്റുമെന്ന് എന്ത് ഇത്ര ഉറപ്പ് പറയാനുള്ള കാരണം? അഖിൽ മാരാർ ഒരു ഇൻഫ്ലുവൻസറാണ്. അയാൾക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ ചെലുത്താവുന്ന സ്വാധീനം ചെറുതല്ല. പിന്നീട് ജെൻസി വോട്ടുകളും അയാൾ കൈക്കലാക്കിയിട്ടുണ്ടെന്ന് ഒരു പരിധിവരെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അഖിൽ മാരാരുടെ പേര് പറഞ്ഞത്. അഖിൽ മാരാർ UDF ആദ്യം മത്സരിക്കാൻ നോക്കി, പറ്റിയില്ല. BJP-യിലും കിട്ടാത്ത കൊണ്ടാണ് 2020 പോയെന്നും പറയുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരെ പലവിധമല്ലേ, അവർ പലതും പറയും. അപ്പൊ ജെൻസി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ 2020 പോയി നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ലൈക്ക് അയാൾ 2020 നിന്ന് മത്സരിക്കുന്നു. ജെൻസി വോട്ടുകൾ അഖിൽ മാരാർക്ക് ചിലപ്പോൾ അനുകൂലമായിരിക്കാം. വൈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പറയാഞ്ഞത്? സോറി, ഞാൻ മറന്നുപോയതാണ് കേട്ടോ. തൃപ്പൂണിത്തുറ മണ്ഡലം അഞ്ജലി ചേച്ചിയും ഒത്തിരി സോഷ്യൽ മീഡിയയിലാണേലും അല്ല പ്രചരണ രംഗത്താണേലും ഒത്തിരി ആക്റ്റീവായിരുന്നു. അവരും ഒരു വോട്ട് ശതമാനം പിടിക്കാൻ സാധ്യതയുണ്ട്. തൃപ്പൂണിത്തുറയിൽ NDA കൂടുതലുള്ള ഒരു ഇതാണ്. അപ്പോൾ പിടിക്കുമോ? പിടിക്കുമെന്ന് തോന്നുന്നു. ബാക്കി എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാനുള്ള സാധിക്കുള്ളൂ. കാരണം ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം. മാറി മാറി വന്നിട്ടുണ്ട്. LDF വന്നിട്ടുണ്ട്, UDF വന്നിട്ടുണ്ട്. ആ മാറ്റത്തിനപ്പുറത്തേക്ക് വേറൊരു മാറ്റം കൂടി അവർ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് BJP ആയിരിക്കും. ഇനി രാഷ്ട്രീയം വിട്ടിട്ട് ഞാൻ ചോദിക്കാം, LDF അല്ല UDF ആരെങ്കിലും ഇപ്പം നിന്ന കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പാലക്കാട് ശോഭ ചേച്ചി ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നീട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, ഇവർ രണ്ടുപേരും മസ്റ്റായിട്ട് ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അവരെ കൊണ്ട് സാധിക്കും, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. ട്രാൻസ്ജെൻഡറിന് മത്സരിക്കാനായിട്ടൊരു അവസരം വരുവാണ് നമ്മുടെ ഇവിടെ സമൂഹത്തിൽ, എങ്കിൽ മത്സരിക്കുമോ? അങ്ങനൊരു അവസരം റിസർവേഷൻ വന്നാൽ മത്സരിക്കാൻ ആളുകൾ സമ്മതിച്ചാൽ മത്സരിക്കും. എന്തായിരിക്കും മാറ്റം കൊണ്ടുവരാൻ വരിക? മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ആദ്യമേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം അടിസ്ഥാനപരമായി ഇപ്പോൾ വീട് പോലുമില്ലാത്ത ഒത്തിരി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ബേസിക് ലെവലിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അത്തരം മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വികസനം അത് സാധാരണക്കാർക്കും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും ഒരേപോലെയുള്ള വികസനമായിരിക്കും. അങ്ങനെ വീട് എന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ലല്ലോ, സാധാരണക്കാർ ഒരുപാട് പേർക്കും ഇല്ലാത്തതുണ്ട് നമ്മുടെ ഇവിടെ. ഉണ്ട്. കാരണം LDF പറയുന്നത് ലൈക്ക് വീടുകളെല്ലാം നൽകി എന്നല്ല അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ വാഗ്ദാനങ്ങളൊക്കെ. അപ്പോൾ അവർ നൽകി കഴിഞ്ഞല്ലോ. ഈ നൽകാത്തവർക്ക് ഞാൻ നൽകാമെന്നാണോ? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പുതിയൊരാൾ വരുവാണ്, അപ്പം അയാളെ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്ത് BJP-യിലോട്ട് കൊണ്ടുവരാനായിട്ട്? ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല, വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുമല്ലോ. കാരണം മോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളും വികസന പരിപാടികളും എല്ലാം അറിഞ്ഞു വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളെ മുന്നേ ഒരു ഭയങ്കര LDF-ന്റെ വലിയൊരാളാണ് അല്ലെങ്കിൽ UDF-ന്റെ ഒരാളാണ്, എന്നിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി നോർമലി വരുവാണ്. പക്ഷെ എങ്ങനെയായിരിക്കും അവന്തിക ആ കുട്ടിയെ കൺവിൻസ് ചെയ്ത് ഒരു BJP-കാരിയായിട്ട് മാറ്റുന്നത്? അങ്ങനെ BJP-കാരിയായിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ. എന്നാലും പറയാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവുമല്ലോ. വികസന പരിപാടികൾ തന്നെയാണ്. കാരണം മോദി ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള പല പല നിയമങ്ങളും ഇവിടെ നടപ്പിലാക്കിയ വികസന പരിപാടികൾ ഇവിടെയൊക്കെ മീൻസ് നമുക്ക് പ്രത്യക്ഷത്തിലുള്ളപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇത് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നമ്മളിങ്ങനെ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് അതിൻ്റെ അത് നിങ്ങൾ വിജയിച്ച്, അതിലൊരാൾ ആഭ്യന്തരമന്ത്രി ഉണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടാവും, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവും, ആരോഗ്യമന്ത്രി ഉണ്ടാവും, അങ്ങനെ ഓരോ ഇതുണ്ടാവും. ആരായിരിക്കും CM? അത്തരം കമൻറ്റുകളൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ആരും CM ആവാൻ കേപ്പബിലിറ്റി ഇല്ലെന്നാണ് എന്നോട് പറയുന്നത്? അങ്ങനെയല്ല, കേപ്പബിലിറ്റി ഉണ്ട്. ലൈക്ക് CM ആകാൻ നമ്മുടെ അദ്രജ ചേച്ചി തന്നെ CM ആവട്ടെ. ആരോഗ്യമന്ത്രി പറയൂ കേക്കട്ടെ. ആരോഗ്യമന്ത്രി റീന. ആഭ്യന്തരമന്ത്രി സീമാ വിനീത്. വിദ്യാഭ്യാസം ഞാൻ തന്നെ എടുത്തോളാം. വിദ്യാഭ്യാസം അവന്തിക എടുക്കുന്നാണ്. എന്തുകൊണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ്, അതുകൊണ്ട്. മേഖലയാണ്. ഓക്കെ. ടൂറിസം ലൈക്ക് പേരുകളൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, അതാണ്.
എന്നാൽ ആർക്കായിരിക്കും? ആരെങ്കിലൊക്കെ ആയിരിക്കും. അത് ഉറപ്പാണ്, ആരെങ്കിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇടയിൽ തന്നെ. എന്നാൽ ആരായിരിക്കും? ടൂറിസം ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. രണ്ടും ഒരാളോ? കൈകാര്യം ചെയ്യാമല്ലോ. 2-3 വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന എത്രയോ മന്ത്രിമാരുണ്ട്. എന്നാൽ ഇത് രണ്ടും അന്തരമാണ്. കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്യും. വിദ്യാഭ്യാസ മേഖല തന്നെ ടൂറിസം ഉണ്ടല്ലോ. കുഴപ്പമില്ല, രണ്ടും ഹാൻഡിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ കുറച്ച് പേര് സജഷൻ പറയാം. അത് അവര് ഏതൊക്കെ വകുപ്പിൽ അവർ വരുമെന്ന് നോക്കാം. നാദിറ ലൈക്ക് ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ. സൂര്യ ഇഷാൻ? സൂര്യമ്മ വേറെ ഏതാ വകുപ്പുകളൊക്കെ ഉള്ളത്? അല്ല, മറ്റേതെല്ലാം വായിച്ചു കളഞ്ഞോ. ഇനി ഞാൻ ചോദിക്കുവാണ്. ചോദിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് മറ്റേ CM എല്ലാം പറഞ്ഞത് അവന്തികയാണ്. ഇത് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് പേര് അറിയാം. ഓക്കെ. നാദിറ പറഞ്ഞത് ഫിനാൻസ്. ഓക്കെ. സൂര്യാമ്മ എഡ്യൂക്കേഷൻ. ഹെയ്തി ലൈക്ക് ഹെൽത്ത് മിനിസ്റ്റർ. രഞ്ജുമ്മ മുഖ്യമന്ത്രി. രഞ്ജുമ്മയായിരിക്കും മുഖ്യമന്ത്രി. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്തുകൊണ്ട് രഞ്ജുമ്മയുടെ പറഞ്ഞില്ല? പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് പറയാൻ. ഓക്കെ. അദ്രജ ഹോം മിനിസ്റ്റർ. നിവേദ ആന്റണി ടൂറിസം. വൈ ടൂറിസം? പുള്ളിക്കാരി കുറച്ച് ലൈഫ് ടൂറൊക്കെ ചെയ്ത് നടക്കുന്ന വ്യക്തിയല്ലേ, അപ്പോൾ ടൂറിസം മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരത്തിനെ ഒരു ഇതിലും വെക്കൂലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. വേറെ അതെന്തുകൊണ്ടെന്നാൽ നേരത്തെ ഒരു കമ്മ്യൂണിറ്റിയിലായിരുന്നു, ആദ്യം ഗേ കപ്പിളായിട്ട് വന്നു, പിന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് വരും. അങ്ങനെ മാറി മാറി കളിക്കുന്ന ഒരാൾ എങ്ങനെ നമ്മളൊരു മന്ത്രി പ്ലേസ് ചെയ്യാൻ പറ്റും? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, ഏത് സ്വത്തം സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ ഇന്ന സമയത്ത് ഇന്ന ആകാൻ പറ്റുള്ളൂ, ഇന്ന സമയത്ത് ട്രാൻസിഷൻ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ചട്ടക്കൂടിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം അയാൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അയാളുടെ സ്വത്തം തിരിച്ചറിഞ്ഞ് അയാൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്നും കമൻറ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. വ്യക്തിപരമായ കാര്യമായിരിക്കാം, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു തോന്നലാണ്. എന്നോട് അവന്തിക പറഞ്ഞു, അവന്തികക്ക് ചെറുപ്പം മുതലേ ഒരു സ്ത്രീത്വം ഉണ്ടെന്ന രീതിയിൽ. അപ്പം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറുമോ അങ്ങനെ? ചിലപ്പോൾ ആൾക്ക് അത് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതോ ഇപ്പോൾ ചിലപ്പോൾ ഉള്ളിനുള്ളിൽ ഉണ്ടാവാതിരിക്കാം, പറയാനുള്ള പേടി കൊണ്ടായിരിക്കാം. അതും നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കണ്ടിട്ടാണോ? ബെനിഫിറ്റ് കണ്ടിട്ടാണ്. ഇതിലൊക്കെ എന്ത് ബെനിഫിറ്റ് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ പറ്റില്ല. ഇപ്പൊ ട്രാൻസ്ജെൻഡർ കുറെ ട്രെൻഡും കുറെ റീലും കുറെ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ഇപ്പൊ അവരും നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ. വരട്ടെ. ഓക്കെ. അപ്പൊ അങ്ങനെയും കാണാമല്ലോ. ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ് ഐഡൻറ്റിറ്റി എന്നുള്ളത്. അത് എപ്പോൾ തുറന്നു പറയുന്നതും അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇന്ന സമയത്തേ പറയാവുള്ളൂ, ഇന്ന സമയത്ത് ഇന്ന പോലെ പറയാവുള്ളൂ എന്നൊന്നും നമുക്ക് ആ ചട്ടക്കൂട്ടിൽ അവരെ പെടുത്താൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ്. എനിക്ക് എപ്പോഴാണ് എൻ്റെ സ്വത്തം തിരിച്ചറിയാൻ സാധിച്ചത്, അത് വെളിപ്പെടുത്തുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ വ്യക്തിയല്ലല്ലോ അത് നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ ആദ്യ വനിത DGP ആയ ശ്രീലേഖ IPS, എന്തുകൊണ്ട് മാം ജയിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയുന്നില്ല? അത് ഞാൻ വിട്ടുപോയതാണ്. വട്ടിയൂർക്കാവ് ഒരു നല്ല മണ്ഡലം തന്നെ അവർക്ക്. മീൻസ് അവിടെയും ജയസാധ്യത, അവർ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച് അവിടെ കൗൺസിലർ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ. അപ്പോൾ അവിടെയും അവർക്ക് ജയസാധ്യത വളരെ കൂടുതലാണ്. അവരും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അപ്പം ഇനി എത്ര പേരെ വിട്ടുപോയിട്ടുണ്ട്? ഇപ്പം ഞാൻ ഓരോരുത്തരെ പറയുമ്പോഴാണല്ലോ ഇപ്പം പെട്ടെന്ന് ചോദിക്കും, റാപ്പിഡായിട്ട് ചോദിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ മുഴുവൻ BJP സ്ഥാനാർത്ഥികളും ജയിക്കട്ടെ. അപ്പോൾ BJPയിൽ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം BJP കേരളം ജയിച്ചു കൊണ്ടുവന്നു, ആരായിരിക്കും മുഖ്യമന്ത്രി? അത് പാർട്ടി തീരുമാനിക്കുന്നതല്ല. എന്നാലും വ്യക്തിപരമായി എൻ്റെ ഒരു താല്പര്യമാണെങ്കിൽ രാജീവേട്ടൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് താല്പര്യം. വ്യക്തിപരമായുള്ള അഭിപ്രായമാണ്. ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കുന്നതാണ്. വൈ? പുള്ളി നേരത്തെയും മിനിസ്റ്റർ ആയിട്ടിരുന്ന കേന്ദ്രമന്ത്രി ആയിരുന്നുള്ള വ്യക്തിയാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളിക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പിണറായിനേലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും. പിണറായി പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കണം. അപ്പൊ പിണറായി ഫാനാണെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഞാൻ പിണറായി ഫാൻ അല്ല, പക്ഷെ ഞാൻ അച്യുതാനന്ദ ഫാനാണ്. അച്യുതാനന്ദന് പിൻഗാമി തന്നെയാണല്ലോ പിണറായി എന്ന് പറയുന്നത്. അതെ, പക്ഷെ എന്നാലും രണ്ടും അന്തരമാണ്. അച്യുതാനന്ദൻ പിണറായിക്ക് ഒരേ പാർട്ടിക്കാർ തന്നെയല്ലേ? ഒരേ പാർട്ടിക്കാരായിരിക്കാം, പക്ഷെ ജനങ്ങളോട് കൂടുതൽ ജനം മനസ്സ് കീഴടക്കിയത് അച്യുതാനന്ദനാണ്. ഞാൻ അതുകൊണ്ട് അച്യുതാനന്ദ ഫാനാണ്. അത് ഞാൻ കട്ടക്ക് പറയും.
ശോഭ ചേച്ചി ജയിക്കണം, ശോഭ ചേച്ചി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ശോഭ ചേച്ചിയുടെ ഒപ്പം പ്രചാരത്തിനൊക്കെ പോയിരുന്നോ? ഇല്ല, ഇത്തവണ എവിടെയും ഇലക്ഷൻ പ്രചാരണത്തിൽ പോകാൻ സാധിച്ചില്ല. കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ മധുരയിലായിരുന്നു. ആ സമയത്തായിരുന്നു ഇവിടുത്തെ ഇലക്ഷൻ പ്രചാരണം കാര്യങ്ങളൊക്കെ. വോട്ട് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത് കാരണം പോകാൻ സാധിച്ചില്ല. പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം 1-2 മണ്ഡലങ്ങളിലെങ്കിലും പോയിട്ട് പ്രചാരണത്തിലൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സാധിച്ചിട്ടില്ല. പക്ഷെ പാലക്കാടിന്റെ ഒരു ഇത്തിരി എവിടെയൊക്കെയോ കൂടുതൽ വിജയിച്ച് കഴിയുമ്പോൾ ഏതായാലും ഉറപ്പായിട്ടും പോകും. വിജയിക്കണ മുമ്പല്ലേ നമ്മൾ പോകേണ്ടത്? നമ്മൾ ബാക്ക് സപ്പോർട്ട് അല്ലേ എപ്പോഴും കൊടുക്കേണ്ടത്. സാധിച്ചില്ല, അത് കാരണം വിജയിച്ച് കഴിഞ്ഞ ശേഷം പോകും. അല്ലാണ്ട് വേറെ ഒരു കാരണങ്ങൾ കൊണ്ടല്ലോ പാലക്കാട് പോകാഞ്ഞത്. അങ്ങനെ പാലക്കാട് പോകാൻ ഇപ്പൊ പ്രത്യേകിച്ച് കാരണങ്ങൾ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലല്ലോ. പാലക്കാട് എൻ്റെ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്, ഞാൻ പാലക്കാട് പോകാറുണ്ട്, മുന്നേ പോയിട്ടുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ രാജീവേട്ടനാവും മുഖ്യമന്ത്രി എന്ന് എന്നോട് പറഞ്ഞു. എന്തുകൊണ്ട് രാജീവേട്ടൻ? വേറെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്, മുരളീധരൻ സാറുണ്ട്, അതിൽ കുമ്മനം ഉണ്ട്, ഇവരെ ഒന്നും പറയാണ്ട്? രാജീവേട്ടൻ മൊത്തത്തിൽ സെറ്റാണ്, കാരണം കേരള രാഷ്ട്രീയത്തിന് വൈബാണ് തന്നെ. പുള്ളി നല്ലൊരു വൈബ് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ആള് വരണമെന്ന് ആഗ്രഹം. പുള്ളി വന്ന പൊളിക്കും എന്നാണ് പറയുന്നത്. പൊളിക്കും, പൊളിച്ചടുക്കും കേരളം. ഓക്കെ. അപ്പൊ പിണറായി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരുപാട് UDF ജയിച്ചാൽ VD സതീശൻ എന്നാണ് കേൾക്കുന്നത് അല്ലേ? അവര് വരണ്ട എന്ന് തന്നെയാണോ പറയുന്നത്? പിണറായി 3.0 ഒക്കെ ലോഡിംഗ് ഒന്നല്ല, കാരണം അത് പോട്ടെ. കാരണം വെച്ചാൽ 2.0 തന്നെ ആളുകൾക്ക് മടുത്തു. പിന്നെ ഇവർ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. അത് നമുക്ക് കേരളം വിട്ടാൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്, ആ മുന്നണിക്കകത്ത് ആരൊക്കെയുണ്ട്? ഈ പറഞ്ഞ പിണറായി ഉണ്ട്, ഈ പറഞ്ഞ കോൺഗ്രസ്സും ഉണ്ട്. ഇവർ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം അത് ഇവിടെ വേണ്ട. കേരളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വേണ്ട എന്നാണ് പറയുന്നത്. വേണ്ട, താല്പര്യമില്ല. പിന്നെ എങ്ങനത്തെ രാഷ്ട്രീയം വന്നെ കേരളത്തിൽ? കേരളത്തിൽ മോദിയുടെ രാഷ്ട്രീയം തന്നെ വേണം. മോദിയുടെ ഒരു ഇൻഫ്ലുവൻസ് കേരളത്തിൽ വേണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇൻഫ്ലുവൻസ് ഇല്ല ഇപ്പോൾ, ഒരു പരിധിവരെ ഉണ്ട്. പക്ഷേ എന്നാലും BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കുറേയേറെ മാറ്റങ്ങൾ സംഭവിക്കും. എന്തൊക്കെ മാറ്റമാണ്? കാരണം ജനങ്ങൾക്കൊന്നും അറിയണമല്ലോ. ഇപ്പൊ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം വരണമെങ്കിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരും? അടിസ്ഥാനപരമായ പല പരിപാടികളും ഉണ്ട്. അത് BJPയുടെ പ്രകടന പത്രികയിൽ തന്നെ അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം മീൻസ് വീടില്ലാത്തവർക്ക് വീടുകൾ. പ്രകടന പത്രിക എല്ലാവർക്കും ഉള്ളതാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രകടന പത്രിക വെച്ച് തന്നെ അധികാരത്തിൽ വന്ന ആളുകൾ അതൊന്നും നടപ്പാക്കിയിട്ടില്ല. BJP വന്നാൽ അത് കറക്റ്റായിട്ട് അവർ എന്താണോ പറയുന്നത് അത് തന്നെ ചെയ്യുമെന്നാണോ പറയുന്നത്? ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കുറച്ച് വിശ്വാസമുണ്ട്. ഉണ്ട്. വിശ്വാസം രക്ഷിക്കട്ടെ. താങ്ക് യു.